പണ്ട് എം വി രാഘവൻ കലഹമുണ്ടാക്കി. എം വി രാഘവന് പ്രായം ബാക്കി കിടപ്പുണ്ടായിരുന്നു. മാത്രമല്ല എം വി രാഘവനാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അദ്ദേഹത്തെ എതിർക്കാൻ നടക്കുന്നവർ മുഴുവൻ. ഈ പിണറായി വിജയൻ പോലും തല്ലാനായിട്ട് കൈ ഓങ്ങുന്നതെങ്ങനെ, ഒരാളെ തല്ലുന്നതെങ്ങനെ, ആദ്യത്തെ അടി കൊടുക്കേണ്ടത് എവിടെ, വയറ്റത്ത് കൊടുക്കണോ പള്ളയ്ക്ക് കൊടുക്കണം, ഇതൊക്കെ പഠിപ്പിച്ചത് എം വി രാഘവനാണ്. അതുകൊണ്ട് രാഘവൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തായി, രാഘവൻ UDF ക്യാമ്പിലേക്ക് പോയി. ഗൗരി അമ്മ റിവോൾട്ട് ചെയ്തു, UDF ക്യാമ്പിലേക്ക് പോയി. TP ചന്ദ്രശേഖരൻ റിവോൾട്ട് ചെയ്ത് കൊല്ലപ്പെട്ടു. പക്ഷേ KK രമ UDF ക്യാമ്പിലേക്ക് പോയി. ജയരാജൻ എന്ത് ചെയ്യും? UDF ക്യാമ്പിലേക്ക് പോകുമോ? BJP ക്യാമ്പിലേക്ക് പോകുമോ? പോയി കഴിഞ്ഞുള്ള ആ കലക്കമുണ്ടല്ലോ, അതിൽ പിടിച്ചു നിൽക്കാനുള്ള ബേസിക് ആരോഗ്യം വേണം മനുഷ്യന്. ഒരു മനുഷ്യന് സ്വന്തം ട്രാക്ക് മാറ്റണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ ശാരീരികാരോഗ്യമാണ്. അതില്ലെങ്കിൽ ട്രാക്ക് മാറാൻ പോകരുത്. അപമാനിക്കപ്പെട്ടാൽ പോലും ആ പാർട്ടിയിൽ തുടരുക. അതാണ് MM ലോറൻസ് ചെയ്തത്. MM ലോറൻസ് നോക്കിയപ്പോൾ ഒരു വിപ്ലവത്തിനുള്ള സ്കോപ്പില്ല, ഒരംഗത്തിന് ബാല്യമില്ല, അത് വേണ്ട. VB ചെറിയാൻ അംഗം കുറിച്ചു. ഇവരുടെ കൂടെ തന്നെ പുറത്തായ ആളാണ് VB ചെറിയാൻ. രവീന്ദ്രനാഥ്, MM ലോറൻസ്, ഇവരൊക്കെ തരം താഴ്ത്തപ്പെട്ടത് VB ചെറിയാൻ. VB ചെറിയാൻ വിപ്ലവം കാണിച്ചു. സ്വന്തമായിട്ട് മാറി വേറെ യൂണിയൻ ഉണ്ടാക്കുക, അതോ ഇതൊക്കെ ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്തായി, VB ചെറിയാൻ തിരിച്ച് പാർട്ടിയിൽ വരണം. പാർട്ടിക്കും VB ചെറിയാനെ തിരിച്ച് കിട്ടണം. കാരണം ആൾ നല്ല സ്ട്രോങ് ആളാണ്. അപ്പോൾ VB ചെറിയാൻ 3 ദിവസം ഒരു 3 പാർട്ട് ലേഖനം ദേശാഭിമാനിയിൽ എഴുതി. അതാണ് റീ എൻട്രിയുടെ തുടക്കം. അധികം താമസിയാതെ പാവം മരിച്ചുപോയി. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ റിബലുകളുടെ ഒരു ബ്രീഫ് ചരിത്രം. EP ജയരാജൻ ഇപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ അദ്ദേഹത്തിന് ഉള്ള മാനം പോകാതിരിക്കും. അതല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് അദ്ദേഹം BJPയിലേക്ക് പോകണം. BJPയിലേക്ക് പോയാനുള്ള ചോദ്യം, BJPക്ക് EP ജയരാജനെ പോലുള്ള ആളിൻ്റെ ഭാരം, ശാരീരിക ഭാരമല്ല, ഒരു വെയിറ്റ് ഉണ്ടല്ലോ ആ വ്യക്തിയുടെ, അത് താങ്ങാൻ BJPക്ക് കൽപ്പുണ്ട്. അതും ഒരു ചോദ്യമാണല്ലോ. നിങ്ങൾ മാൻ ബിഗർ ദാൻ യുവർ ഷൂസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഷൂ അയാളുടെ കാലിൽ കയറ്റില്ല. ഷൂ വലുതാക്കണം, ഷൂ പുതിയത് മേടിക്കാൻ ഓടണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ അഡാപ്റ്റബിലിറ്റി വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ വലിയ ഭൂകമ്പം, വലിയ വാർത്ത ഉണ്ടാക്കും 2 ദിവസം. EP ജയരാജൻ BJPയിൽ, അത് കഴിഞ്ഞിട്ട് യു ഡോണ്ട് നോ വാട്ട് ടു ഡു. ഇങ്ങനെ ഒരുപാട് പേര് BJPയിൽ വന്നിട്ട് BJPയിൽ എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയില്ല, BJPയിലും അറിയില്ല എന്നുള്ള സ്ഥിതിയിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ പേര് പറഞ്ഞ് വിവാദം ഉണ്ടാക്കുന്നില്ല, ഒന്നാലോചിച്ച് നോക്കിയാൽ അറിയാം. ഒരുപാട് പ്രമുഖന്മാർ BJPയിൽ ചേരുകയും എന്ത് ചെയ്യണമെന്നറിയാമല്ലാതെ അവർ നിഷ്ക്രിയരായി. BJPക്കും ഇവരെ എന്ത് ചെയ്യണമെന്നറിയാമല്ല, ഇവരെ കൊണ്ടു നടക്കുന്നത് എങ്ങനെ, മേയ്ക്കണ്ടേ, അത് പറ്റുന്നില്ല. ഇതൊക്കെ EP ജയരാജൻ്റെ ഒരു പക്ഷമാണ്.